ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് പുട്ടുപൊടിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ അളന്നിട്ടാണ് എടുക്കുന്നത്. ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു ട്രിക്ക് ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെയാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പുട്ട് തയ്യാറാക്കാം കേട്ടോ. നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് അതിനൊക്കെ കുറേ ടൈം എടുക്കും. ഒന്ന് വെച്ച് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ തട്ടിൽ ഒരു ആവിക്ക് തന്നെ എല്ലാതും റെഡിയാക്കാം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് പുട്ടുപൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലപോലെ അത് കുഴച്ചെടുക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല. വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുതിർന്ന് കിട്ടൂല. ഇതുപോലെ 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലപോലെ കുതിർന്ന് കിട്ടും. പിന്നെ പുട്ടുപൊടി വാങ്ങുമ്പോൾ അജ്മിയുടെ പുട്ടുപൊടി വാങ്ങുക. അടിപൊളി പുട്ടുപൊടിയാണ് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ടാവും. പാത്രത്തിൽ ഇതേപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഒട്ടി നിൽക്കുന്നുണ്ട്. അതൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഡ്ഡലിത്തട്ടിൻ്റെ പാത്രത്തിലാട്ടോ പുട്ടുണ്ടാക്കണേ. അപ്പോൾ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇല്ലാത്തവർക്ക് അടിപൊളി ട്രിക്കാട്ടോ അത്. തേങ്ങ ഇല്ലെങ്കിലും ഇതിൽ പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തേങ്ങ ഇല്ലാത്തവരാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങണവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങളവിടെ തെങ്ങൊന്നുമില്ല കേട്ടോ. ഞാൻ കടയിൽ നിന്ന് തന്നെ തേങ്ങ വാങ്ങൽ. അപ്പോൾ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട്, ഇനി തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ ഇട്ടിട്ട് ഞാനിവിടെ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെ പുട്ടുപൊടി ഇട്ടിട്ട് ഒന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്ലാസിൻ്റെ ഉൾഭാഗം നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലെ ഭാഗത്തും കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതേപോലെ അച്ചാക്കിയിട്ട് ഓരോ തട്ടിലും കൊട്ടി കൊടുക്കുക. ഇതാകുമ്പോൾ ഞാനിപ്പോൾ ഒരു തട്ടിലാണ് ഉണ്ടാക്കുന്നത്. 2 തട്ടാകുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഒരു തട്ടിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 4 4എണ്ണത്തിന്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ 4 തട്ടിൽ നമ്മൾ കൊട്ടി കൊടുത്തിട്ട് ആവിയിലിട്ട് വെക്കുക. 5 മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. അടിപൊളി ട്രിക്കാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്കാണ് ഞാൻ പറയണേ. നിങ്ങളും ഇങ്ങനെ ചെയ്യണേന്ന് എനിക്കറിയില്ല. അധികം ആൾക്കാരും പുട്ടുകുറ്റിയിലാണ് ചെയ്യൽ. ഇതാവുമ്പോൾ ഒറ്റ ട്രിപ്പിൽ കാര്യം കഴിയും, പണി എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നല്ല എളുപ്പമാണ്. അറിയാത്തവർക്കൊക്കെ നല്ല സിമ്പിളുമാണ്. ജോലിക്കൊക്കെ പോണവർക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ട്രിക്ക് ഇങ്ങനെയാണ് പുട്ട്. ഞാനൊരു ട്രൈയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റടിക്ക് 4 എണ്ണം കിട്ടി. നമ്മൾ ചിരട്ടപ്പുട്ടിലൊക്കെ പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നിൽ വെച്ചാൽ കുറേ കഴിഞ്ഞിട്ടുള്ളൂ അടുത്തത് വെക്കാൻ പറ്റുക. ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ കാര്യം കഴിയും. അങ്ങനെ ഞാൻ അടുത്ത ട്രിപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പുട്ടുപൊടി. ഇപ്പോൾ 1-2 ആളൊക്കെ ഉള്ളെങ്കിൽ ഒരു തട്ടിൽ തന്നെ മതിയാവും. ഇപ്പോൾ ഞങ്ങൾ 3-4 ആളുള്ളതുകൊണ്ട് ഞാൻ 2 തട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പുട്ട് വേഗത്തിൽ റെഡിയാവും. ഗ്യാസിനും അധികം ചിലവില്ല, തേങ്ങക്കും അധികം ചിലവില്ല. പുട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതിങ്ങനെ ആക്കുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. എളുപ്പത്തിൽ ആവി കയറുകയും ചെയ്യും. 2 മിനിറ്റ് കൊണ്ട് ആവി കയറി ഇതിൽ വെക്കാം. എളുപ്പത്തിലാവുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അറിയണ കാര്യമല്ല, അറിയാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഇതാകുമ്പോൾ എളുപ്പമാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.